IPL പ്രേമികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു രാത്രിയാണ് 2013 മാർച്ച് 31. പ്രത്യേകിച്ചും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഡൈഹാർഡ് ഫാൻസ് 2013 മാർച്ച് 31 RCB ലീഗിലെ ആദ്യ മത്സരത്തിൽ നേരിടുകയാണ് കരുത്തരായ പൂനെ വാരിയേഴ്സിനെ. വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള റോയൽ ചലഞ്ചേഴ്സ് നേരിടുന്നത് ആരോൺ ഫിഞ്ച് എന്ന ഓസ്ട്രേലിയൻ ഇതിഹാസത്തിൻ്റെ കീഴിലുള്ള പൂനെ വാരിയേഴ്സിനെ. ശരിക്കും അന്ന് ഇതിഹാസങ്ങൾ പിറന്നു വീണ അല്ലെങ്കിൽ IPL ചരിത്രത്തിൽ തന്നെ ഉയർന്ന സ്കോർ കുറിച്ച ഒരു മത്സരം തന്നെയായിരുന്നു. 263 റൺസിന് 5 വിക്കറ്റ്, 20 ഓവറിൽ 263 റൺസിന് 5 വിക്കറ്റ്. ഇതുവരെയും ഭേദിക്കപ്പെടാത്ത IPLലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ കുറിച്ച രാത്രിയായിരുന്നു 2013 മാർച്ച് 31. ആദ്യം ബാറ്റ് ചെയ്ത RCB തലങ്ങും വിലങ്ങും പൂനെ വാരിയേഴ്സിൻ്റെ ബോളേഴ്സിന് മേൽ കടന്നാക്രമിച്ചപ്പോൾ 20 ഓവറിൽ ബാംഗ്ലൂർ നേടിയെടുത്തത് ഇന്നും ഭേദിക്കാനാകാത്ത 263 എന്ന കൂറ്റൻ റെക്കോർഡ് തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ പടിവാതിൽ വരെ എത്തിയെങ്കിലും നിലവിലും റെക്കോർഡ് അൺബീറ്റണായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 2013 മാർച്ച് 31 IPL ഒരു ഐക്കോണിക് മാച്ച് തന്നെയായിരുന്നു RCB വേഴ്സസ് പൂനെ വാരിയേഴ്സ് പോരാട്ടം. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് വേണ്ടി ഓപ്പണർ കരീബിയൻ ലെജൻഡ് വെടിക്കെട്ട് വീരൻ എന്നൊക്കെ യൂണിവേഴ്സൽ ബോസ് എന്ന പല പേരിൽ അറിയപ്പെടുന്ന ക്രിസ് ഗെയിൽ എൻ്റെ മാരക വെടിക്കെട്ടായിരുന്നു. 66 പന്തുകൾ നേരിട്ട ഗെയിൽ പുറത്താകാതെ 175 റൺസായിരുന്നു അന്ന് നേടിയിട്ടുണ്ടായിരുന്നത്. 13 ഫോറുകളും 17 സിക്സുകളും ഉൾപ്പെടെ 265.15 എന്ന മാരക സ്ട്രൈക്ക് റേറ്റിൽ പൂനെയുടെ മികച്ച ബോളർമാരെ കടന്നാക്രമിക്കുകയായിരുന്നു യൂണിവേഴ്സൽ ബോസ്. ഒപ്പം തിലകരത്ന ദിൽഷാൻ 33 റൺസും വിരാട് കോഹ്ലി 11ഉം AB de Villiers 31 കൂടി ചേർന്നപ്പോൾ RCBയുടെ ടീം ടോട്ടൽ ഇതുവരെയും ഭേദിക്കാത്ത 263 എന്ന കുറ്റൻ സ്കോറിലേക്കാണ് ഉയർന്നു കയറിയത്. അതോടൊപ്പം തന്നെ പൂനെ വാരിയേഴ്സിൻ്റെ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അന്ന് ചെണ്ടയായി മാറിയത് നിലവിൽ IPL കളിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിട്ടുള്ള മിച്ചൽ മാർഷ് എന്ന ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനാണ്. വെറും 3 ഓവറുകൾ മാത്രം പറഞ്ഞ മിച്ചൽ മാർഷ് എന്ന് വഴങ്ങിയത് 18.6 എക്കോണമിയിൽ 56 റൺസായിരുന്നു. ക്രിസ് ഗെയിലിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു മിച്ചൽ മാർഷിൻ്റെ ബോളിങ്ങിന് മേൽ ഉണ്ടായത്. അതോടൊപ്പം അന്ന് പവർ പ്ലേയിൽ ആദ്യ 6 ഓവറുകളിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ RCB നേടിയെടുത്തത് 62 റൺസാണെങ്കിൽ 7.5 ഓവർ, അതായത് 6 ഓവറിൽ 62 റൺസ് നേടിയ ടീം പിന്നീട് വെറും 11 പന്തുകൾ കൂടി കളിച്ച് 7.5 ഓവറിൽ നേടിയെടുത്തത് 100 റൺസായിരുന്നു. അങ്ങനെ ആദ്യ 7.5 ഓവറിൽ തന്നെ RCBയുടെ ടീം ടോട്ടൽ 100 റൺസ് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 153 റൺസിൽ എത്തിയപ്പോഴായിരുന്നു RCBയുടെ ആദ്യ വിക്കറ്റ് വീണത്. തിലകരത്ന ദിൽഷാൻ എന്ന ശ്രീലങ്കൻ താരം RCB ടീം ടോട്ടൽ 153 റൺസിലെത്തിയപ്പോഴായിരുന്നു അങ്ങനെ വീണത്. ശരിക്കും അങ്ങനെ ഇതിഹാസങ്ങൾ പിറന്നു വീണ രാത്രിയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പൂനെ വാരിയേഴ്സ് ശരിക്കും കളി മറന്ന നിമിഷം തന്നെയായിരുന്നു. 133 റൺസ് മാത്രമാണ് ടീം നേടിയത്. 20 ഓവറിൽ 9 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയിരുന്നു.